ഇന്ന് എനിക്കൊപ്പം കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. ടെററിസ്റ്റുകൾ ഡിസംബർ 6-ാം തീയതി പൗർണമി ഡേയിലാണ് ശബരിമല ആക്രമിക്കാൻ വരുന്നതാണ് നമ്മുടെ സബ്ജക്ട്. പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഇതിൽ മതസ്പർദ്ധ വരുന്നത്? ഞാൻ അങ്ങനെ അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, തീവ്രവാദികൾ എന്ന് പറഞ്ഞ മുസ്ലിംസ് ആണോ? ഇത് കൂടെ എളുപ്പമായിരുന്നു. നമ്മുടെ സബ്ജക്ട് പറയുന്നു ഇതാണ് സംഭവം, ഇന്നതാണ് ക്യാരക്ടർ. ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവുമെന്നോ നമ്മൾ ഇതിങ്ങനെയൊക്കെ എല്ലാവരുടെ ഉത്തരങ്ങൾ പറയേണ്ടി വരുമെന്നോ ഒരാൾ പോലും ചിന്തിച്ചിട്ടില്ല. പേഴ്സണലി എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് നേരെ അച്ഛന് നേരെ ഒക്കെ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മുടെ നാട്ടിലോട്ട് പേരുമല എന്ന സ്ഥലത്തോട്ട് ചെല്ലാനൊക്കെ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. ആക്ച്വലി നമ്മുടെ ശ്രീ അയ്യപ്പൻ മൂവിയുടെ ഡയറക്ടറാണ് വിഷ്ണു വെഞ്ഞാറമൂട്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? പിന്നെ നല്ല സുഖത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എയറിൽ നിന്ന് താഴേക്ക് വന്നായിരുന്നോ? ഇല്ല, ഇപ്പോഴും നന്നായിട്ട് നല്ല ട്രോളല്ലല്ലോ, നല്ല കമന്റ്സുകൾ വന്നോണ്ടിരിക്കുവല്ലേ. അതെ. ഒരിക്കലും ഞാൻ വിവാദം ഉണ്ടാക്കിയൊന്നും അല്ല ഇത്, വിവാദത്തിൽ ചെന്ന് പെട്ടതാണ്. അതെ, ഓക്കെ. അപ്പം ശ്രീ അയ്യപ്പൻ തയ്യാറെടുത്തിരിക്കുകയാണ് റിലീസിന്. ആക്ച്വലി ഇപ്പോ നമ്മുടെ ആ പ്രസ് മീറ്റിന് ശേഷം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. അതായത് ശബരിമലയിലേക്കൊരു പടക്കം പോലും ആരും എറിഞ്ഞിട്ടില്ല. അതെ, പടക്കം പോലും എറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അത്തരത്തിൽ ആളുകളുടെ ഇടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു മൂവി ആയിട്ട് വരികയാണെന്നാണ് പറയുന്നത്. എന്താണ് ചേട്ടൻ അതിനുള്ള ഒരു ടേക്ക്? ഇത് എങ്ങനെയാണ് മതസ്പർദ്ധ വരുത്തുന്നത് അല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇതൊരു സിനിമയായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ പലരും പറയും ഒരു സംഭവം നടക്കാത്തൊരു സംഭവത്തെക്കുറിച്ച് എന്തിനങ്ങനെ ചിന്തിക്കാൻ പോകുന്നു അല്ലേ. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റൈറ്ററുടെ മനസ്സിൽ വരുന്നൊരു കണ്ടന്റിനെ അത് വലുതാക്കി അതിനെ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതാണ് നമ്മൾ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഇതിലെങ്ങനെയാണ് മതസ്പർദ്ധ വരുന്നത്? ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരല്ലല്ലോ ടെററിസ്റ്റുകൾ, അല്ലേ? ആണോ? എനിക്ക് ചോദിക്കാനുള്ളതാണ്. ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉള്ള ജനങ്ങളാണോ ടെററിസ്റ്റുകൾ? അല്ലേ? വേറൊരു സ്ഥലത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ടെററിസ്റ്റുകൾ ശബരിമല ആക്രമിക്കുന്നതല്ലേ ഞങ്ങൾ പറഞ്ഞേക്കണേ? അതല്ലേ ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞത്. അതെ, പൂർണ്ണമായിട്ട് കേൾക്കാതെയാണ് എല്ലാവരും അതിനൊരു നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ചേട്ടന്റെ ചിത്രത്തിന്റെ പ്രമേയം എന്താണ് ഉദ്ദേശിക്കുന്നത്? എടാ, ഇത് മൊത്തത്തിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ ഞാൻ ഒരിക്കലും മാറി നിൽക്കുന്നില്ല. ടെററിസ്റ്റുകളുടെ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളാണ്. ഞാൻ ഒരിക്കലും ഇന്ത്യക്കകത്ത് ടെററിസ്റ്റുകൾ ഉണ്ടെന്നോ അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞില്ല. പാകിസ്ഥാനിലുള്ള കുറച്ച് ടെററിസ്റ്റുകൾ ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് ഡേയുടെ അന്ന്, ആ ഡേയുടെ അന്ന് പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫാമിലി ലൈഫ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും എന്താണ്, എല്ലാവർക്കും കണ്ട സ്റ്റോറി കാണുന്നതിനെക്കാട്ടിലും ഒരു പുതിയൊരു കണ്ടന്റിലേക്കായിരിക്കും എല്ലാവരും നോക്കുന്നത്. നമ്മൾ റിപ്പീറ്റ് കണ്ടന്റുകൾ വെക്കുന്നതിനെക്കാട്ടി. അപ്പം ചിലർ അതിനകത്ത് തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് എന്താണ് വെറൈറ്റി കണ്ടന്റ് എന്ന്, മതസ്പർദ്ധ കൊണ്ടുവരുന്നു കാര്യങ്ങൾ. ഇതിലെങ്ങനെയാണ് മതസ്പർദ്ധ വരുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഇതിൽ മതസ്പർദ്ധ വരുന്നത്? അതായത് മുസ്ലിംസ് അല്ലെങ്കിൽ ഒരു ഇന്ന സമുദായത്തിൽപ്പെട്ടവര് ശബരിമല ആക്രമിക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെ അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, തീവ്രവാദികൾ എന്ന് പറഞ്ഞ മുസ്ലിംസ് ആണോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിക്കുന്നതാണ്. കാരണം ഞാൻ വെഞ്ഞാറമൂട് പേരുമല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ചന്ദനക്കുട ഉണ്ട്. പിന്നെ എന്താ പറയണത്, ക്രിസ്ത്യൻ പള്ളിയിൽ നമ്മൾ ക്രിസ്മസിന് പോകാറുണ്ട്. അമ്പലങ്ങൾ ഉത്സവങ്ങൾ കൂടാറുണ്ട്. വേങ്കിമല ഞങ്ങളുടെ ഒരു ഫേമസ് അമ്പലം. അവിടെ എല്ലാ മതക്കാരും കൂടെ ചേർന്നിട്ടാണ് ഉത്സവം നടത്തുന്നത്. ഞാൻ അങ്ങനെ വന്നൊരു സ്ഥലത്ത് നിന്ന് വന്ന ഒരാളാണ്. അപ്പം പിന്നെ ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ആവോ? അല്ല, എൻ്റെ ചോദ്യമാണ് അത് ആരാണ് പറഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. എടാ, അത് എന്താ വെച്ചാൽ നമ്മൾ അതിന് ചിന്തിക്കാനുള്ളതെന്ന് വെച്ചാൽ 6 ലക്ഷം പേര്, ഓൾമോസ്റ്റ് 6 ലക്ഷം 7 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. ഒരു 200 പേരല്ലേ അതിനകത്ത് കമന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. ആണേ, ഈ 7 ലക്ഷം പേര് കണ്ടതിൽ 200 പേർക്ക് മാത്രമാണ് അത് അങ്ങനെ തോന്നിയത്. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നി അല്ലേ? അത് ടെററിസ്റ്റുകൾ ഇന്ന വിഭാഗത്തിൽ മാത്രം ഉള്ളവരാണ് ടെററിസ്റ്റുകൾ എന്ന് അവരെ മനസ്സിൽ തോന്നിയതല്ലേ?
ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രീജഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അതെ, ഞാനത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലേ, ഞാൻ ഇന്റർവ്യൂവിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഇന്റർവ്യൂ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിച്ച് പറയുന്നൊന്നുമില്ല. ടെററിസ്റ്റുകൾ ഇന്ന ദിവസം ശബരിമല ആക്രമിക്കുന്നു, ഡിസംബർ 6 ആക്രമിക്കുന്നു. ഞാൻ പറഞ്ഞെന്ന് ഒരിക്കലും മാറുന്നില്ല. തീവ്രവാദികൾ വരുന്നു എന്നാണ് പറഞ്ഞേക്കണേ. അതിന് ഒരു കൂട്ടം ആൾക്കാർ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത് മാത്രമാണ് ഇന്ന ആൾക്കാരാണ് തീവ്രവാദികൾ. നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിലൊരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് അല്ല, ഇതിപ്പോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും അടുത്ത് തന്നെ ട്രോളും. അടുത്ത് വെറൈറ്റി ഒന്നും അല്ല, ഓപ്പൺ ആയിട്ട് പറയാം. ബാബാ കല്യാണി എന്ന് പറഞ്ഞ സിനിമ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തേക്കുന്നത്. ബാബാ കല്യാണിയുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് തന്നെയാണല്ലേ ബാബാ കല്യാണിയും. ഡിസംബർ 6 തന്നെയാണ് ലാലേട്ടൻ പോകുന്നത്. ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ്. ഓക്കെ, അപ്പം ലാലേട്ടൻ്റെ സിനിമകൾ കാണും, നമുക്കൊരു സിനിമ എല്ലാവരുടെ സിനിമകളും നമ്മൾ കാണും. അപ്പോൾ നമുക്ക് പിന്നെ ഈ നമ്മൾ ഈ ഡിസംബർ 6 പക്ഷെ ഇന്നൊന്നും അത് അത്ര വലിയ പ്രശ്നമുള്ള ദിവസമല്ല. പക്ഷെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ദിവസം പ്രശ്നങ്ങളാണ്. ഇപ്പം ഇന്ന വിഭാഗത്തിൽപ്പെട്ടതെന്നല്ല, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ടെററിസ്റ്റുകൾ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നൊരു ദിവസം ഒന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്. പിന്നെ ബാബാ കല്യാൺ ഇൻസ്പയർഡ് ചെയ്ത് തന്നെയാണ്, ഇൻസ്പിറേഷൻ തന്നെയാണ് എനിക്ക് ഈ സിനിമയുടെ ഈ സ്ക്രിപ്റ്റിലോട്ട് പോകാനുള്ള കാരണം. വിഷ്ണു ചേട്ടൻ പേഴ്സണലി ഏതെങ്കിലും ഒരു സ്പെസിഫിക് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സമുദായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ വല്ലതും ആണോ? എടാ, അങ്ങനെ ഇല്ല. ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ വെഡ്ഡിങ് ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ സീരിയലിൽ ക്യാമറയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. നമുക്ക് മീഡിയയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പാർട്ടി പറയാൻ പറ്റില്ല. കാരണം ഞാൻ വളർന്ന സ്ഥലത്ത് എല്ലാ പേരും നമ്മളെ കൂടെ സപ്പോർട്ടാണ്. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാവരും. ഒരിക്കലും അതൊരു വ്യക്തിപരമായി എല്ലാവരുമായിട്ട് അടുപ്പമുണ്ട്. ഞാൻ എപ്പോഴും വോട്ടിടുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തിയെ നോക്കിയാണ് വോട്ടിടുന്നത്. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വെഞ്ഞാറമൂട്ടിൽ വോട്ടിട്ടിരിക്കുന്ന DK മുരളി ഇപ്പോഴത്തെ MLA ക്കാണ്. പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എൻ്റെ ഫസ്റ്റ് വോട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓപ്പൺ ആയിട്ട് എനിക്ക് അതിനകത്ത് ഒരു ഇതുമില്ല. അത് പാർട്ടിയല്ല. അത് ഞാൻ ജനിച്ചോളം നിന്നോട്ടെ ഒരു പാർട്ടിയുടെ കീഴിലോ അങ്ങനെയൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇലക്ഷന് നിൽക്കുന്ന ആരാണോ, നമുക്ക് ഇപ്പോൾ നാടിന് എന്ത് ചെയ്യുന്നു അവർക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഇന്നത്തെ തലമുറയൊക്കെ ഏകദേശം അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ലേ, അല്ലേ? ഒരു പാർട്ടിയെ മാത്രം നോക്കി നിൽക്കുക എന്നത് ഇല്ലല്ലോ. നമുക്ക് ആ ഇലക്ഷനിൽ നിൽക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഉപയോഗമുണ്ടോ, അല്ലെ നാട്ടുകാർക്ക് അവരെ കൊണ്ട് ഉപയോഗമുണ്ടോ, അവർ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങനെയാണ് നോക്കി പോകുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ചരട് കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ചോപ്പുണ്ട്, ഇതുണ്ട്, അല്ലേ? 2 കളർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊരു അമ്പലത്തിൽ നിന്ന് ഞാൻ സിനിമയ്ക്ക് മുന്നേ എനിക്ക് നല്ല ഈശ്വരവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഒരു അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് ജപിച്ച് കെട്ടിത്തന്ന ചരടാണിത്. ഒരിക്കലും ഇതല്ല, ഇതിനകത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കിട്ടിയ ചരടാണ്. അതിനാണ് എന്നെ സംഖ്യയാക്കിയത് എന്ന് പറഞ്ഞ് എനിക്ക് സംഖ്യ എന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഇതുമില്ല. ഞാനിപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞാലോ, ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനെന്ന് പറഞ്ഞാലോ, ഞാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാലോ എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ എല്ലാ പാർട്ടിക്കാരുമായിട്ടും നന്നായിട്ട് അവിടെ നമ്മുടെ നാട്ടിൽ സഹകരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ ഇലക്ഷൻ നടന്ന സമയത്ത് ഞാൻ അവിടെ വോട്ടിടാൻ പോയ സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മളെ പയ്യന്മാരെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നത്, അവർ അങ്ങോട്ടുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ അവരെ ബൂത്തിലാണ് പോയിരുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ടും ഒരു ഇതുണ്ടാവും. നമുക്ക് മീഡിയയിലല്ലേ നിൽക്കുന്നത്. വോട്ടിടുന്നത് വ്യക്തിപരമായ രീതിയിൽ മാത്രമായിരിക്കും ഞാൻ വോട്ടിടുന്നത്. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടല്ല ഇങ്ങനത്തെ ഒരു മൂവി എടുത്തത്. ഒരിക്കലും അല്ല. സിനിമയും നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നും ഒരിക്കലും കൂട്ടി കലർത്തരുത്. സിനിമ എന്ന് പറയുന്നത് ഒരു മനസ്സിൽ നമ്മൾ ഒരു ത്രെഡ് വരിക, അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക. നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ, സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. രാഷ്ട്രീയമായിട്ട് എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും ഇത് സിനിമ രാഷ്ട്രീയമായിട്ട് എടുത്തതല്ല. പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. ഈ മൂവി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓഡിയൻസ് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും എനിക്ക് നെക്സ്റ്റ് മൂവികൾ വരുന്നത്, അല്ലേ? അപ്പം നമുക്ക് എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാം. പിന്നെ എനിക്കൊക്കെ ഞാനൊരു പുതുമുഖ സംവിധായകനായ ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വലിയ പ്രൊഡ്യൂസേഴ്സിനും പരിപാടികളൊന്നും കിട്ടത്തില്ല, അല്ലേ? അപ്പം നമുക്ക് അതിനൊക്കെ ഉണ്ടാവും ലിമിറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലേ? ഞാനൊരു ലവ് സ്റ്റോറിയോ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അതായത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക്. അപ്പം നമുക്ക് കുറച്ച് വെറൈറ്റി കണ്ടന്റുകൾ കൊണ്ടുവരാം എന്നൊരു രീതിയിൽ മാത്രമാണ് എടുത്തത്. ഇത് ആക്ച്വലി പറഞ്ഞു കേട്ടിടത്തോളം ഒരു ത്രില്ലർ മൂവിയാണ്. ഉറപ്പായിട്ടും ത്രില്ലർ മൂവി തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീ അയ്യപ്പൻ ഒരു ടൈറ്റിൽ?
ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതൊരു ത്രില്ലർ മാത്രമല്ല, ഒരു ഡിവേർട്ടിക് മൂവിയും കൂടെ തന്നെയാണ്. ശബരിമല ബേസ് ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ അവിടെ അയ്യപ്പൻ എന്ന് പേരിട്ടേ പറ്റൂ. പിന്നെ ഒരാൾ, ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരാൾ ഈശ്വര വിശ്വാസി അല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നൊരു ഇതുണ്ട്. ഈശ്വര വിശ്വാസം ഉള്ള ഒരാൾ ഈശ്വര വിശ്വാസം ഇല്ലാതാവുന്നുണ്ട്. തിരിച്ച് നമുക്ക് ഈശ്വര വിശ്വാസം ഒട്ടുമില്ല, ആ പുള്ളി ഈശ്വര വിശ്വാസിയായി മാറുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു പോസിറ്റീവും വേണം, നെഗറ്റീവും വേണം. ഇപ്പം തനിക്ക് ഇപ്പം ചോദിക്കുക, എനിക്ക് വിശ്വാസമുണ്ട്, തനിക്ക് വിശ്വാസമില്ല അല്ലേ? നമ്മൾ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു പ്രോപ്പർ ഒരു വേയിലൂടെ അല്ല ഇത് പോകുന്നത്. കുറച്ച് മൊത്തത്തിൽ ഒരു പരിപാടികളുണ്ട്. അത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സൈഡിൽ ഇതുണ്ട്, ഒരു സൈഡിൽ ഒരാൾ അയ്യപ്പാന്ന് വിളിക്കുന്നുണ്ട്, ആ അല്ലേ? അങ്ങനെ പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ പരിപാടികളുണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഫിക്ഷണൽ ലോകമാണല്ലോ. നമ്മൾ പണ്ട് കുറെ കേട്ടിട്ടുണ്ട് കഥയിൽ ചോദ്യമില്ല എന്നുള്ള കാര്യമൊക്കെ കേട്ടിട്ടുമുണ്ട്. അപ്പം ഇപ്പൊ ഈ ആളുകള് റിയാലിറ്റി ആയിട്ട് എപ്പോഴും സിനിമയെ കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം മലയാളത്തിൽ വരുന്ന സിനിമകളെല്ലാം റിയാലിറ്റി അല്ല, റിയൽ സബ്ജക്റ്റുകളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കുറച്ചുകൂടി നമുക്ക് അതെ കുറച്ചുകൂടി ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സ്റ്റോറീസ് അല്ലേ കൂടുതലും വരുന്നത് അല്ലേ? നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് മഹേഷിൻ്റെ പ്രതികാരം ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സിനിമകളല്ലേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം ചേട്ടന് ഇപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു കലാകാരന്റെ സൃഷ്ടിയാണല്ലോ, ഭാവനയാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അത് റിയാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആവണം എന്ന് നിർബന്ധമുണ്ടോ ചേട്ടൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്? റിയാലിറ്റി ആയിട്ട് കണക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ഏകദേശം ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരാൾ തിയേറ്ററിൽ കയറുമ്പോൾ ആ വരുന്ന 2 മണിക്കൂർ ആൾക്കാർക്ക് സന്തോഷിക്കാൻ പറ്റിയ അല്ലേ, അത് വിജയിച്ചു. ആ 2 മണിക്കൂർ ആ ആൾ ഫോൺ എടുക്കാതെ സ്ക്രീനിൽ മാത്രം നോക്കിയിരിക്കുക. നമ്മൾ ബാക്കിയുള്ള ടെൻഷൻസ് എല്ലാം മാറ്റിയിട്ടാണ് തിയേറ്ററിൽ കയറുന്നത്. ഓൾറെഡി നമ്മൾ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരുന്നാൽ പോലും ഫോൺ എടുക്കും, മെസ്സേജ് നോക്കും. നമുക്ക് കറക്റ്റ് സിനിമ കാണാൻ പറ്റില്ല അല്ലേ? ഒരു സിനിമ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ ടൈമിൽ ജസ്റ്റ് ആരെങ്കിലും മെസ്സേജ് വന്നു, വാട്സപ്പ് എടുത്ത് അപ്പം പോയി വാട്സപ്പ്, പിന്നെ ഇൻസ്റ്റ, അതിൻ്റെ ബാക്കി നമ്മൾ പോകും. ആ സിനിമ കട്ടായി. നമുക്ക് ആകെ കിട്ടുന്ന എവിടെയാണ്? തിയേറ്ററിൽ മാത്രമാണ്. അപ്പോൾ ആ 2 മണിക്കൂർ ആ ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റിയ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സിനിമ നമ്മളല്ലാതെ ഇത്തരത്തിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ ചേട്ടൻ്റെ മൂവി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും വിവാദത്തിലേക്ക് പോകാൻ കാരണം? അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാ? ഇതൊരു വിവാദം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടാക്കിയൊരു വിവാദമല്ലേ? 5-6 ലക്ഷം പേര് കണ്ട ഒരു ഇതില്ലേ, ഒരു 200 പേര് നമുക്ക് എണ്ണിക്കൊണ്ട് പറയാം. അല്ലെങ്കിൽ 2000 പേര് അല്ലെങ്കിൽ 600-2000 പേര് മാത്രമല്ല ഇത് നമുക്ക് കമന്റ് ഇട്ടിട്ടുള്ളൂ. 6 ലക്ഷം ഇവിടെ കിടക്കുന്നു, 2000 പേര് ഇവിടെ കിടക്കുന്നു. ഈ 6 ലക്ഷം പേരും ഇത് സ്കിപ്പ് ചെയ്ത് പോയതായിരിക്കില്ലല്ലോ അല്ലേ? ഓൾമോസ്റ്റ് 4000-5000 ഷെയർ പോയിട്ടുണ്ട്. ആണോ? അത് കാണാതെ 4000 ഷെയർ പോവോ? പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും കാണുന്നത് എന്തോ റീൽസ് ആണ് കാണുന്നത്. അതൊരു ഷോർട്ട് റീലാണ്. ആരെങ്കിലും ഓക്കെ ഒരു 600-700 കമന്റ് ഇട്ടിട്ട് ഫുൾ വീഡിയോ പോയി കണ്ടിട്ടുണ്ടോ? അതിപ്പോഴും കുറച്ച് ആൾക്കാർ കണ്ടിട്ടുള്ളൂ അല്ലേ? അത് തന്നെയാണ്. അല്ല അതിനെന്താ പറയാ, വിവാദം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ. ഇനിയിപ്പോൾ ചിലപ്പം നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേരല്ല, കുറച്ച് പേരുണ്ടാവും. അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത് അവർക്ക് തോന്നുന്നതാണ്. ഇപ്പം എന്തുകൊണ്ട് താൻ നേരത്തെ ചോദിച്ചാൽ ഈ സിനിമ ഇങ്ങനെ ചെയ്തു, എനിക്കത് തോന്നി, ഞാനത് ചെയ്തു അല്ലേ? അത് അവർക്ക് തോന്നുന്നു, അവരത് പറയുന്നു, അത്രേ ഉള്ളൂ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം വേണം ഒരു ഡയറക്ടർക്ക്? ഇന്നത്തെ സിനിമയിൽ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അല്ല സോഷ്യൽ ഇല്ലടാ. നമ്മൾ 2 മണിക്കൂർ എൻഗേജ്ഡ് ആക്കുക എന്നതാണ്. ഓക്കെ, പലതരത്തിലും ഓരോ ഡയറക്ടേഴ്സിനും ഓരോ രീതിയിലാണ് വരുന്നത്. ഇപ്പം മലയാള സിനിമയിലായാലും വെളിയിലുള്ള സിനിമകളിലായാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്നൊക്കെ പറയും. പക്ഷെ സിനിമയെന്ന് പറഞ്ഞാൽ അതിലോട്ട് കൊണ്ടുവരാതിരിക്കാം. എന്തായാലും ഞാൻ എൻ്റെ സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ടെററിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ തീവ്രവാദികൾ വന്നാൽ രാജ്യം പ്രതിരോധിക്കുമോ? ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം വന്നു. യുദ്ധം ഏകദേശം എത്തി. പാകിസ്ഥാനിലെ ഡ്രോണുകളൊക്കെ ഇന്ത്യയിലോട്ട് വന്നു. ഈ ഒരു ഡ്രോണെങ്കിലും ഇന്ത്യയിൽ വീണ അല്ലേ? എന്ത് സംഭവിച്ചു? ഇന്ത്യ അതിനെ പ്രതിരോധിച്ച് നിന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശബരിമലയിൽ സംഭവിക്കാൻ വന്നാൽ ഇനി എത്തൂ. നമ്മൾ സിനിമയിൽ അത് അതുപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ടെററിസ്റ്റുകളൊന്നും ശബരിമല മൊത്തം അടിച്ച് നശിപ്പിച്ച് തകർത്തിട്ട് ഇവിടെ നിന്ന് പോയതായിട്ടല്ല കാണിച്ചേക്കണേ. അതെ, ഇനി ഞാൻ പോയ സിനിമയിലുണ്ടാവും. കഥ പറഞ്ഞു. അതെ അതെ. ഇപ്പൊ നമ്മുടെ 3 താരങ്ങളാണല്ലേ? അതെ അതെ അതെ. സുധീരേട്ടൻ, അനീഷേട്ടൻ, അതുപോലെ തന്നെ റിയാസ് ഖാൻ, പിന്നെ കോട്ട രമേശ് ചേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? കുറച്ചുകൂടെ എളുപ്പമായിരുന്നടാ. അപ്പം നമ്മൾ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞതുപോലെയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ ആർട്ടിസ്റ്റുകളാണ്. കാരണം ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ എത്താൻ ഭയങ്കര പാടായിരുന്നു. നമുക്ക് ഇവരുടെ അടുത്തൊക്കെ എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്പർ കിട്ടുക എന്നത് തന്നെ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് എല്ലാവരുടെ അടുത്തും എത്തിയപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ സബ്ജക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നമ്മൾ ഇത് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്തോ നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർക്കിത് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇത് കൂടെ എളുപ്പമായിരുന്നു. നമ്മുടെ സബ്ജക്റ്റ് പറയുന്നു ഇതാണ് സംഭവം, ഇന്നതാണ് ക്യാരക്ടർ, ഇന്ന രീതിയിലാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ പോകുന്നത്, പരിപാടിയെല്ലാം പോകുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും വന്നേക്കുന്നത്. ആർക്കും അതിനകത്തൊരു ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവുമെന്നോ നമ്മൾ ഇതിങ്ങനെയൊക്കെ എല്ലാവരോടും ഉത്തരങ്ങൾ പറയേണ്ടി വരുമെന്നോ ഒരാൾ പോലും ചിന്തിച്ചിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അല്ല, ഇത്തരത്തിലൊരു ഡിസ്കഷൻ ആയപ്പോൾ അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്താ? ഇല്ലടാ, അവരെല്ലാം നല്ല സപ്പോർട്ടിലാണ് നിന്നത്. എടാ, ഇതൊക്കെ 12-ാം തീയതി നമ്മുടെ സിനിമ റിലീസായി കഴിയുമ്പോൾ മാറും. ഓക്കെ, സിനിമ കാണുമ്പോൾ ഇതിനകത്ത് ഇതൊന്നും ഇല്ല, മനസ്സിലാവും. ഇത് കുറച്ച് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നവർക്ക് മനസ്സിലാവും. കുറച്ച് ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ. ചേട്ടൻ ആക്ച്വലി ഇപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ പേഴ്സണലി ഫേസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈം സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പള്ളു വിളിക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കാം. ഉറപ്പായിട്ട്. മീൻസ് മുഖത്ത് നോക്കി എന്ന് പറയുമ്പോൾ ഒരാൾ ഫേസ് ടു ഫേസ് വന്ന് വിളിച്ചത് നല്ല പറയണേ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നന്നായിട്ട് നല്ല വേദനിച്ചു. കാരണം ഫസ്റ്റ് മൂവിയല്ലേ. അപ്പോൾ ഞാൻ ഇന്നുവരെയും സോഷ്യൽ മീഡിയയിലെ മുന്നിലോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പേഴ്സണലി എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് നേരെ അച്ഛന് നേരെ ഒക്കെ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അപ്പോഴും ഒക്കെ നമ്മൾ ആർട്ടിസ്റ്റുകളായാലും ബാക്കിയുള്ളവരായാലും പിന്നെ എൻ്റെ നാട്ടുകാർ. ഓക്കെ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മുടെ നാട്ടിലോട്ട് പേരുമല എന്ന സ്ഥലത്തോട്ട് ചെല്ലാനൊക്കെ, ഓട്ടിടാൻ പോകാനൊക്കെ നല്ല പേടിയായിരുന്നു, സീരിയസ് ആയിട്ട്. കാരണം ഞാൻ കുടുംബം അവിടെയാണെങ്കിലും ഞാൻ താമസിക്കുന്ന വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും? കാരണം എല്ലാവരും മുമ്പ് നമ്മളിങ്ങനെയൊക്കെ എല്ലാവരും നമ്മളെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, മീൻസ് ഡയറക്ടറായിട്ടല്ലല്ലോ, നമ്മൾ ആ നാട്ടിലുള്ള ഒരാളല്ലേ. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ചിരിക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുമ്പോഴൊക്കെ. പക്ഷേ ഇത് ന്യൂസ് വന്നതിന് ശേഷം എനിക്കോടൊപ്പം പേടിയായിരുന്നു. പക്ഷേ ചെന്നതിന് ശേഷം അവർ പണ്ടത്തെ പോലെ തന്നെയാണ്. അവിടെ ഈ ഒരു പ്രശ്നമോ കാര്യങ്ങളോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലോ ഈ പ്രശ്നങ്ങളെ ഇല്ല. അവിടെ സിനിമ എന്നാ റിലീസാവണേ, അവിടെ ഉണ്ടാവോ, ഞാനോട് സിനിമ ഉണ്ടാവോ, നമുക്ക് വരണം കാണാൻ, അങ്ങനെ ഫുൾ സപ്പോർട്ടായിരുന്നു അവിടെ വന്നേ. അപ്പോൾ അത് സന്തോഷമായി. കാരണം അവർക്കറിയാം ഞാനിങ്ങനെയൊന്നും ഒരിക്കലും അവർ പറയുന്ന രീതിയിലൊന്നും ചെയ്യത്തില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും സോറി പറയാ. അതൊന്നും അങ്ങനെയൊന്നുമില്ല. ഇതൊരിക്കലും നമ്മളൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒരിക്കലും നമ്മൾ ചെയ്തതല്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, സിനിമയുടെ സബ്ജക്റ്റ് അതാണ് പറയുന്നത്. ടെററിസം തന്നെയാണ്, തീവ്രവാദം തന്നെയാണ്. ഒരിക്കലും വീണ്ടും എടുത്ത് പറയുന്നു, ഇന്ത്യക്കകത്ത് ഉള്ള ജനങ്ങൾ ആരും തീവ്രവാദികളല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എനിക്കിപ്പോഴും അത് മാറ്റി പറയേണ്ട ആവശ്യമില്ല. കറക്റ്റ് അല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അത് തന്നെയാണ് ഈ സിനിമകൾ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ശ്രീ അയ്യപ്പൻ. ആരും ഇത് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരിക്കലും അതെ ഈ സിനിമ കണ്ടുകൊണ്ട് നാളെ ഇനിയിപ്പോൾ തീവ്രവാദികൾ നേരെ അങ്ങോട്ട് വന്ന് ആക്രമിക്കുമോ, അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അത് നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള രാജ്യമല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഒരു കൊച്ചുകുട്ടിയൊക്കെ പോലും അറിയാം അല്ലേ. അതെ, അതൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. സംഭവിക്കുക അല്ലാതെ സംഭവിക്കുക ഇവിടെ നടക്കാൻ സമ്മതിക്കില്ല. അതെ, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം ചേട്ടാ മൂവി റിലീസിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ ഭാവുകങ്ങളും നേരാണ്. ഇപ്പൊ എന്തായാലും എല്ലാവരും ശ്രീ അയ്യപ്പനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാരും വെയിറ്റിംഗ് ആണ്, എന്താണ് ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ. അതെ, ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ? അതെ, എല്ലാവരും വരിക 12-ാം തീയതി. എനിക്കൊരു കാര്യം കൂടി പറയണ്ടേ. എന്റെ നാട്ടിൽ ആരോ ഒരാള്, ഒരു ചിന്തകൻ എന്ന് പറയുന്ന ഒരാള്, എല്ലാവരും നല്ല കമൻസ് ആയിട്ട് എടുക്കണേ, പുള്ളി മാത്രം നെഗറ്റീവ് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ തിരിച്ച് ഞാൻ ഇട്ട ഒരു ഡയലോഗും
ഡിസംബർ 12 സിനിമ കാണാൻ വരിക. ഞാൻ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നമ്മളെ തെറ്റായിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിക്കുക, അല്ലെ? ഒരു സാധനം കാണാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടോണ്ട് ഒരിക്കലും ഒരാളെയും നമ്മൾ ബാഡായിട്ടൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞായിരുന്നത്. അതായത് കംപ്ലീറ്റ് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ ഒരാളെ, അതെ, ഇതിപ്പം അവിടെ ഇന്നത് കേട്ടു, ഇവിടെ ഇന്നത് കേട്ടു, അപ്പം ഞാൻ എങ്ങനെയാണ്, ഇതാണ് അല്ലേ? ഡിസംബർ 12 സിനിമ കണ്ടതിന് ശേഷം തെറ്റാണ് ചെയ്തെങ്കിൽ തെറ്റെന്ന് പറയാം, അല്ലേ? ഉറപ്പാണ് അങ്ങനെ പറയുക. അത് മാത്രമാണ് എനിക്ക് എന്നെ മോശമായിട്ട് പറഞ്ഞ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അണ്ണന്മാരോടൊക്കെ പറയാനുള്ളത്. അതെ അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഓൾ ദ വെരി ബെസ്റ്റ്. ഞാനുണ്ടാവും ഫസ്റ്റ് ഡേ FDFS കാണാൻ, ഞാനുണ്ടാവും. ഉറപ്പായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു.